ഹായ്, ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ്. ഇതൊരു ദോശേൻ്റെ റെസിപ്പിയാണ്. ഇതിന് നീർദോശ എന്ന് പറയും. പിന്നെ മലപ്പുറം ഭാഗത്തൊക്കെ ഇതാണ് ദോശ എന്ന് പറഞ്ഞാലുള്ളത്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് വൈറ്റ് റൈസ് ആണ്. എന്നോട് കുറേ ആൾക്കാർ ഞാൻ അപ്പത്തിൻ്റെ റെസിപ്പി ഇട്ടപ്പോൾ ഈ റൈസ് ഏത് റൈസാണ് യൂസ് ചെയ്യാറെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ വാങ്ങിക്കുമ്പോൾ പേക്കുമ്പോൾ ഇതുപോലെ വൈറ്റ് റൈസ് എന്ന് എഴുതിയിട്ടുണ്ടാവും. അത് ഏത് കമ്പനീൻ്റെതായാലും കുഴപ്പമില്ല, വൈറ്റ് റൈസ് വാങ്ങിയാൽ മതി. ഞാനിവിടെ 2 ഗ്ലാസ് അരി വെള്ളത്തിലിടുന്നുണ്ട്. ഇത് നമുക്ക് നാളെ രാവിലെയാണ് തയ്യാറാക്കേണ്ടത് എന്നെങ്കിൽ തലേ ദിവസം രാത്രിയിൽ അരി വെള്ളത്തിലിട്ടിട്ട് വെക്കണം. ഇത് കുതിർന്നതിന് ശേഷമാണ് മിക്സിയിൽ നമുക്ക് അരച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പൊ നമ്മുടെ അരി നന്നായിട്ട് സോക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് തേങ്ങയും ഉപ്പും പിന്നെ വെള്ളവും ഒഴിച്ചിട്ട് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ആദ്യം അരക്കുമ്പോഴേ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക. അപ്പൊ അത് നന്നായിട്ട് അരഞ്ഞിട്ടും. അതിനുശേഷം നമുക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ തേങ്ങയും അരിയും ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തിന്ന്. പിന്നെ അത് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഇതിനെ മാറ്റിയെടുക്കാൻ. ഇതാണ് ദോശമാവിന്റെ ബാറ്റർ. ഞാനിത് ദോശക്കല്ലിലാണ് ചുട്ടെടുക്കുന്നത്. അപ്പൊ കല്ല് നന്നായിട്ട് ചൂടായതിന് ശേഷം തീ നമുക്കൊരു ലോയിന്ന് കുറച്ച് കൂട്ടിയിട്ട്, ഇത് ഈ ദോശ ചുടുമ്പോൾ എപ്പോഴും തീ ഒന്ന് നല്ലോണം ശ്രദ്ധിക്കണം. തീ കൂടിയാലും നന്നാവില്ല, അതുപോലെ തന്നെ തീ കുറഞ്ഞാലും ദോശ ശരിയാവില്ല. അപ്പൊ ഒരു മീഡിയത്തിന്റെയും ലോയിന്റെയും കൂടെ ഒരു ഇടയിലാക്കിയിട്ട് വേണം നമുക്കിതിനെ ചുട്ടെടുക്കാൻ. ചട്ടി പാകത്തിന് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണ തടവി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഓരോ തവി മാവ് ഒഴിച്ചു കൊടുക്കാം. മാവ് ഒഴിക്കുമ്പോൾ എപ്പോഴും മാവ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷമേ ഒഴിക്കാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ ഇത് അടിയിൽ ഇങ്ങനെ ഊറി നിൽക്കും. ഇതിങ്ങനെ വളരെ കനം കുറച്ച് വേണം ഒഴിച്ചു കൊടുക്കാൻ. ഇനി നമുക്ക് പാത്രം ഒന്ന് അടച്ചു കൊടുക്കാം. ഒരു 2-3 മിനിറ്റിന്റെ ഉള്ളിൽ ദോശ വെന്തിട്ടും. ഒരു 2 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. അപ്പൊ പാത്രം ഒന്ന് തുറന്നു നോക്കാം. അപ്പൊ നമ്മളെ ദോശ പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഇതിൽ നിന്ന് മാറ്റാം. അങ്ങനെ ഇതുപോലെ നമുക്ക് എല്ലാ ദോശയും ചുട്ടെടുക്കാം.
ഞാനിവിടെ ദോശക്കല്ല് ഇല്ലാത്തവർക്ക് ഫ്രൈ പാനിൽ എങ്ങനെയാണ് ദോശ റെഡിയാക്കുന്നത് എന്നാണ് ഇവിടെ കാണിക്കുന്നത്. അതും അതുപോലെ തന്നെയാണ്. പാന് നന്നായിട്ടൊന്ന് ചൂടായാലും നമുക്ക് തീ ഒന്ന് കുറച്ചു കൊടുക്കാം. എണ്ണ തടവേണ്ട ആവശ്യമുണ്ടെങ്കിൽ പാനിലൊന്ന് എണ്ണ തടവി കൊടുക്കാം. അതിനുശേഷം മാവ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഓരോ തവി വെച്ച് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ പാത്രം ഒന്ന് അടച്ച് നമുക്കിതിനെ ഒന്ന് വേവിച്ചെടുക്കാം. ഇത് വളരെ കനം കുറഞ്ഞു വയ്ക്കുന്നതുകൊണ്ട് ദോശയൊക്കെ പെട്ടെന്ന് നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും. അപ്പൊ ഞാൻ ദോശക്കല്ലിൽ ഉണ്ടാക്കുന്നതും ഫ്രൈ പാനിൽ ഉണ്ടാക്കുന്നതും രണ്ട് രീതിയിൽ ഉണ്ടാക്കുന്നതും ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ എന്നോട് ചോദിക്കാവുന്നതാണ്. അപ്പൊ ഈ ദോശ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഒരുവിധം എല്ലാ കറിന്റെ കൂടെയും നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായതാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പൊ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പ്ലീസ്. അപ്പൊ അതോടുകൂടെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യാം. അപ്പൊ ഞാൻ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അപ്പൊ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ. യൂട്യൂബിൽ കയറാം മക്കളെ.